ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരി ചെയ്ത് കാണിക്കാനാണ്. പഴംപൊരി നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു പലഹാരമാണ്. ഞാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. ഞാനിതിന് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ചെയ്യാണ്ടിരിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നമുക്കിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ പഴംപൊരി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് എടുക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. പക്ഷെ പഴംപൊരി എന്ന് പറയുമ്പോൾ പൊരിച്ചെടുക്കണോണ്ട് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ എത്ര പഴം എടുക്കണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള തേങ്ങൻ്റെ പാലാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ശർക്കര കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഏലക്ക പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്. ഇത് ആവശ്യത്തിന്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ച് ഞാൻ അത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പി കൂടെ ഇതിൽ ഞാൻ പൊടി ഉണ്ടാവും എഴുതിയിട്ട് അരച്ചിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലൊരു മാവാക്കിയിട്ട് കലക്കിയെടുക്കാം. നമ്മളിത് ശർക്കര ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അടിച്ചിട്ട് വെക്കാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പഴം മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കീറി പൊരിക്കാൻ വേണ്ടിയിട്ടേ ഞാനിത് ഒന്നിച്ചാണ് ഇതാക്കുന്നത്, മുറിച്ചിട്ടല്ല കീറുന്നത്. നിങ്ങൾക്ക് ചെറിയതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കീറി കൊടുക്കുക. ഞാനിങ്ങനെ ഒന്നിച്ചാണ് കീറുന്നത്. ഇങ്ങനെ ഒരു പഴം കൊണ്ട് ഞാനിങ്ങനെ 3 സ്ലൈസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഒരു പ്ലേറ്റിൽ വെച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ 3 പഴം ഇതേപോലെ കീറി വെക്കാം. ഇങ്ങനെ നമ്മുടെ പഴമൊക്കെ ഞാനിങ്ങനെ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് മാവിലെ ഓരോ പഴത്തിൻ്റെ പീസായിട്ട് നമുക്കതിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആവും. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഈ ഒരു കളർ ബ്രൗൺ ആയപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൈദയിൽ വെച്ച് ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വരും ചെയ്യും. നമ്മളൊന്നും ചേർക്കേണ്ട, സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.